എന്തായാലും ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാവുകയാണ് അല്ലേ? എത്ര സിനിമ ചെയ്താലും വലിയ ഹിറ്റടിക്കുന്ന സിനിമയുടെ ഭാഗമായി അത് ഹിറ്റിലേക്കാണ് പോയിക്കൊണ്ട് ഒരു മണിക്കൂറിൽ 45,000 ടിക്കറ്റാണ് പോകുന്നത്. അത് ചരിത്ര സംഭവമാണ് ആണല്ലേ? ചരിത്രം. ഒരു മണിക്കൂറിൽ പോകുന്ന 30,000 ആയിരുന്നു നേരത്തെ, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 30,000 40,000 ടിക്കറ്റ് ഒരു മണിക്കൂറിൽ പോകുന്നു. അതൊക്കെ അലിക്കൊക്കെ കൃത്യമായിട്ട് അറിയാം, കാരണം നിങ്ങൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതോട് നോക്കുമ്പോൾ നമുക്ക് അത്രയും ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സിനിമ കഴിഞ്ഞിട്ട് ലാലേട്ടനോട് സംസാരിച്ചിരുന്നു, ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് എനിക്കിപ്പോൾ ഓർക്കുന്നുണ്ട്, ഇതെല്ലാം സംഭവിക്കുന്നതാണ് മോനെ എന്നാണ് എന്ന് പറഞ്ഞത്. സിനിമ എല്ലാം സംഭവിക്കുന്നതാണ്, ഇതാണോ ആഗ്രഹിച്ചു? അപ്പോൾ ഇങ്ങനത്തെ സിനിമയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ തിരിച്ചുകൊണ്ട് ഷൂട്ടിൻ്റെ സമയത്ത് നിന്നാണ് വിളിച്ചത്. അത് ഞാൻ തരിമൂർത്തിയെ വിളിച്ചിരുന്നു, ബിനുവിനെ വിളിച്ചിരുന്നു, ഇർഷാദിനെ വിളിച്ചിരുന്നു, ഇവരൊക്കെ ഞാൻ വിളിച്ചിരുന്നു. എല്ലാവരും വിളിച്ച് സംസാരിച്ച അത്ര ഇഷ്ടപ്പെട്ടുണ്ട്. ആ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ കിരീടം കണ്ടത് നമ്മുടെ മനസ്സ് ഒലഞ്ഞിട്ടുണ്ട് അല്ലേ? കിലുക്കം കണ്ട് നമ്മൾ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഓരോ സിനിമയായിട്ടാണ് പറഞ്ഞത്. കിലുക്കം കണ്ട് പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. സതയം കണ്ടിട്ട് നമ്മൾ ചിന്തിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സതയത്തിൽ ഓരോ സിനിമ നമ്മൾ ചിന്തിക്കും, ഇതെന്താണെന്നുള്ളത് ചിന്തിപ്പിക്കും. തന്മാത്ര കഴിഞ്ഞിട്ട് നമ്മൾ കരയും ഇല്ലേ? അങ്ങനെ എത്ര സിനിമ. 6-ാം തമ്പുരാൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. ഇതെല്ലാം കൂടെ കൂടിയൊരു സിനിമ, സിനിമയാണ് തുടരും. സിനിമ പറയാൻ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേരുകൾ പറയേണ്ടി വരും. പക്ഷേ ഈ സിനിമ എല്ലാം കൂടെ കൂടി ഒരു ഒറ്റ സിനിമയാക്കി തരുമൂർത്തി എന്ന സംവിധായകൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് തുടരും കൊണ്ടെത്താം. അതെ, ഞാൻ ഈ തരുൺ സാറിന് അത്രയും ബന്ധമുണ്ട്. നമ്മളെപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും കാര്യത്തിന് ഒരു സംശയം ചോദിച്ചാൽ പറയുന്ന ആളാണ്. നമ്മൾ കെട്ടിപ്പിടിച്ച് നിന്ന് വർത്തമാനം പറയുന്ന, ഞങ്ങൾക്ക് ഭക്ഷണം ഒന്നിച്ച് കഴിക്കാൻ, അങ്ങനെയൊക്കെ ഉള്ള നല്ല ബന്ധത്തിൽ പോകുന്നതാണ്. പക്ഷെ എന്നാൽ ഈ പടം കണ്ടിറങ്ങിയിട്ട് ഞാൻ അദ്ദേഹത്തെ മാറി നിന്ന് നോക്കിയോ, എത്ര വിനയമായിട്ട്, എത്ര ഇതുമായിട്ട്, എത്ര കൂളായിട്ട്. അത് ലൊക്കേഷനിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആക്ട് ചെയ്ത് കാണിക്കുവാണല്ലോ. എല്ലാവരെയും എന്താണ് സംഭവം എന്നുള്ള ആക്ട് ചെയ്ത് കാണിക്കുക. ഞങ്ങളെ കൂട്ടുകാരായിട്ട് ഉള്ള ആൾക്കാരില്ലേ, അവരെല്ലാം ഞങ്ങളാ നിൽക്കുന്നത് പോലും, ഞാനിപ്പോൾ ഇങ്ങനെ കഴിച്ച് നിൽക്കേണ്ട ആ നിൽക്കണ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്, വരച്ച വച്ച പോലെ. അത്രത്തോളം ഈ ചിത്രം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ആ ചിത്രം ഇങ്ങനെ ആവാതിരിക്കൂ? ഞാൻ പറഞ്ഞ ഒരു സിനിമയുടെ ഒരു യാത്ര അപ്പോൾ പോയില്ലേ? പിന്നെ കുറേ സിനിമകൾ പറഞ്ഞു, 3-4 സിനിമ നമ്മൾ ഉദാഹരണം പറഞ്ഞോളൂ. അതിലെല്ലാം ഉണ്ടല്ലോ, ചിരിക്കുന്നു, ചിന്തിക്കുന്നു, കരയിപ്പിക്കുന്നു, എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. ഇതെല്ലാം ഒരു ഒറ്റ സിനിമയിൽ ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇതിനുള്ള ഭാഗ്യം എന്താണുള്ളത്? ആ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഷൈജു അടിമാലി എന്നൊരു വ്യക്തിക്ക് ഓസ്കാർ അവാർഡാണ്. അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, എനിക്കിത് വലിയൊരു, ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് ജീവിച്ചിട്ട് എനിക്കിനിയിപ്പം ആ 2 ഫോട്ടോ ഇല്ലേ, അതായത് അതെൻ്റെ കയ്യിലില്ല കേട്ടോ, അത് ലാലേട്ടനെ കയറ്റി വെച്ചിരുന്ന ഫോട്ടോയും ലാലേട്ടൻ്റെ പിന്നിലിരുന്ന ഫോട്ടോയും, ആ 2 ഫോട്ടോ മതി എനിക്ക് ജീവിക്കാൻ എന്നല്ല, ഞാനൊരു കലാകാരൻ ജീവിച്ചിരുന്നു എന്നുള്ളത് എൻ്റെ മക്കൾക്കാണേലും ഓർത്ത് പറയാൻ, ഇത്രയും വലിയൊരു ലെജൻഡിൻ്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷവും വലിയ അഭിമാനമായിട്ട് ഞാൻ കാണുന്നു. അതിന് തരുൺ സാറിനോടും രഞ്ജിത്ത് സാറിനോടും തീരാത്ത നന്ദി കടപ്പാടും എൻ്റെ മനസ്സിൽ. ചിപ്പി ചേച്ചിയോടും പറയണം. പിന്നെ ചിപ്പി ചേച്ചി എപ്പോഴും ലൊക്കേഷനുണ്ട്. വ്യക്തി, മോള് അവന്തിക, എല്ലാവരും ഉണ്ട്. അതിനകത്ത് അസോസിയേറ്റ് ആയിട്ടായിരുന്നു അല്ലേ? ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. അത് പൂജ മുതൽ എല്ലാ കാര്യങ്ങൾക്കും വന്ന് ആളെന്തോ പഠിക്കുന്നതാണ്, എന്നാലും വന്ന എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്ത് തന്നെ പോകണം. ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ വലിയൊരു യാത്രയായിരുന്നു അല്ലേ? ജീവിതത്തിൽ വലിയ യാത്രയായിരുന്നു. ഒരു മിമിക്രി കളിച്ച്, അടിമാലിയിൽ നിന്ന് മിമിക്രി കളിച്ച് പല സ്റ്റേജുകളിലും അമ്പലപ്പറമ്പുകളിലും അങ്ങനെ പള്ളിപ്പെരുന്നാളുകളൊക്കെ കളിച്ച് വളർന്നു വന്നൊരു കലാകാരൻ. ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ആ കഷ്ടപ്പാടുകളുടെ സമയത്തൊക്കെ എനിക്ക് കഴിയും, സ്വയം വിചാരിക്കുകയാണ്, എനിക്ക് കഴിയും, ഇതൊന്നുമല്ല, എനിക്ക് ഇനിയും പോകണം. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ പോയിരിക്കുമല്ലോ പറയുന്നത്, വൈഫിൻ്റെ അടുത്തായിരിക്കും പറയുക, ഇന്ന് ഇന്ന സ്ഥലത്ത് പോയി, അത് ഇത്ര പൈസ കിട്ടിയിട്ടുള്ളൂ, അവിടെ പരിപാടി കഴിഞ്ഞു, ഇനി അടുത്ത ദിവസം എങ്ങനെയാണ്. ഇങ്ങനെ യാത്രയാണ്, ഓരോ ദിവസം യാത്രയാണ്. ഇരിക്കലും വരെ കുറവാണ്. ആ യാത്ര സമയത്തൊക്കെ വൈഫിൻ്റെ ഒരു സപ്പോർട്ട് അല്ലേ, കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട്, അത് വലിയ സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും. ഒന്ന് നമ്മൾ ഇരുന്ന് പോകുമ്പോൾ
വീട്ടിലേ പറയാൻ പറ്റുള്ളൂ. അതെ, ഇവിടെ എൻ്റെ കയ്യിൽ ഇത്ര പൈസ ഉള്ളൂ, ഇപ്പോൾ അതെ. നമ്മൾ അതനുസരിച്ച് ചിലവാക്കണം. അതെ. അങ്ങനെയൊക്കെ പറഞ്ഞ സിറ്റുവേഷനിൽ വൈഫ് പറയുന്ന ഒരു കാര്യങ്ങളുണ്ടാവും, ഉപദേശം പോലെയും, അല്ലെങ്കിൽ നമുക്കൊരു മറ്റേ ശോഭന ലാലേട്ടനോട് പറയണ പോലെ കുറേ ഡയലോഗുകളുണ്ടല്ലോ, അങ്ങനെ ഒരു ഡയലോഗ് വീട്ടിൽ നിന്ന് പറഞ്ഞത് പുറത്തെടുക്കുകയാണ്. വീട്ടിൽ നിന്ന് ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഒരു കാര്യങ്ങളിലും അതായത് ഒന്നും ഗൈഡ് ചെയ്ത് പറയാൻ അറിയുന്ന ഒരാളല്ല. എൻ്റെ ഫീൽഡിനെ കുറിച്ച് പോലും വ്യക്തമായി, അതായത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മറച്ചാൽ ഇങ്ങനെ ആവും, അങ്ങനെ ഒന്നും അറിയില്ലാത്ത ഒരാളാണ് ഒരു സാധാരണക്കാരിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വിഷമത്തിൽ വിഷമിച്ച് കണ്ണ് നിറഞ്ഞിരിക്കാന്നല്ലാതെ വേറെ സംഭവങ്ങളില്ലാത്ത ഒരാളാണ്. പക്ഷേ നമുക്ക് തരുന്നൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രാർത്ഥിക്കുക അച്ഛന്ന് പറയും, നമുക്ക് പ്രാർത്ഥിക്കുക അച്ഛന്ന് പറയും. അപ്പോൾ പ്രാർത്ഥനയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്, അത് മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട്. അതുകൊണ്ട് ആ ഒരു അനുഗ്രഹമൊക്കെ ആയിരിക്കാം നമുക്ക് ഈ യാത്രയിലെല്ലാം നമുക്ക് കൂടെ ഉള്ളത്. ആ ഒരു പ്രാർത്ഥന പിന്നെ തീർച്ചയായിട്ടും വലിയ സംഭവമാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല നമുക്ക്. പിന്നെ എപ്പോഴും ഒരു ഒറ്റയ്ക്ക് നേടി വന്നതാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഷൈജു അടിമാലി എന്ന് പറഞ്ഞ വ്യക്തി ഒറ്റയ്ക്കുള്ള യാത്രയാണ്. വിരലിലെണ്ണാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ. പക്ഷെ ഒന്ന് ഇരുന്ന് പോയപ്പോൾ ആരും ഉണ്ടായിട്ടില്ല എന്നും എനിക്കറിയാം. ഇരുന്നും പോയപ്പോൾ ഒരു ഫോൺ കോൾ പോലും വരാതെ, ഫോൺ പോലും ബെല്ലടിക്കാതെ ഇരുന്നിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഫോൺ ബെല്ലടിക്കുന്നില്ല, എന്നും ബെല്ലടിച്ചൊന്ന് ഫോണൊന്ന് 2 ദിവസം ബെല്ലടിക്കാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതും അനുഭവിച്ചിട്ടില്ലേ? അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. അത് ഇപ്പം നമ്മൾ ഞാൻ അതിനകത്ത് പറയില്ല, എന്ന് വെച്ചാൽ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം നമുക്ക് പ്രതീക്ഷയുള്ള പലരും ഉണ്ടാവും. നമ്മളൊന്നും സഹായം ചെയ്തിട്ടുള്ള ആളുടെ നിന്ന് തിരിച്ച് സഹായം പ്രതീക്ഷിച്ചിട്ടല്ല, എന്നാലും നമ്മളെ സഹായിക്കാൻ കടമയുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവർ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാനൊക്കെ മടിയുള്ളതും, എന്നാൽ നിവൃത്തികേട് കൊണ്ട് അവരുടെ അടുത്ത് ചോദിച്ചാൽ പോലും അവർ കൈയൊഴിയുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇതുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നാളെ നമ്മൾ ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരുമ്പോഴാണല്ലോ അവർ പിന്നെ നമ്മളെ കൈയൊഴിയുന്നത്. പക്ഷെ അപ്പോഴും ചില കരങ്ങൾ നമുക്ക് സപ്പോർട്ടായിട്ട് വരും എന്ന് പറയണതിൽ, ഞാൻ എൻ്റെ ഈ കലാജീവിതത്തിൽ മിമിക്രി ആർട്ടിസ്റ്റുകളിൽ അല്ലെങ്കിൽ സിനിമ താരങ്ങളിൽ ഞാൻ മറക്കില്ലാത്ത ഒരാളാണ് ജാഫർ ഇടുക്കി. നമ്മുടെ വിഷമങ്ങളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളോടൊപ്പം നിൽക്കാൻ, അത് ഞാൻ എന്ന കലാകാരൻ ഷൈജു അടിമാലി, മറ്റുള്ളവരോട് അദ്ദേഹം എങ്ങനെയാണോ എന്താണോ ഒന്നൊന്നും എനിക്കറിയില്ല, അതെനിക്ക് നോക്കേണ്ടതും കാര്യമില്ല. പക്ഷെ ഞാനെന്ന കലാകാരന് എന്തെങ്കിലും ഒരു വിഷമമോ കാര്യങ്ങളോ പറ്റിയാൽ എന്താടാ എന്ന് ചോദിക്കാനുള്ള ഒരു ഫോൺ കോൾ ചെയ്യാനുള്ള മനസ്സ് കാണിച്ചിട്ടുള്ള ഒരാൾ ജാഫർ ഇടുക്കിയാണ്. അത് പറഞ്ഞേ പറ്റൂ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.